ഇങ്ങോട്ട് 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 വഴി ഇവിടെ നോക്കി പാറയിൽ കൂടെ ഇങ്ങനെ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ വാഗമണിലേക്കാട്ടോ. വാഗമണിൽ ഒരുപാട് ആൾക്കാർക്കൊന്നും അങ്ങനെ അറിയപ്പെടാതെ കിടക്കുന്ന ഒരു നാച്ചുറൽ ഇൻഫിനിറ്റി പൂൾ ഉണ്ട്. അപ്പം അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മൾ വാഗമൺ ടൗണിൽ എത്തിയിട്ടോ. രാവിലെ ഒരു ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോൾ തന്നെ വാഗമൺ ടൗണിൽ എത്തിയിട്ടോ. അത് നമ്മുടെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് നാച്ചുറൽ ഇൻഫിനിറ്റി പൂളിലേക്കാണ്. അപ്പോൾ അത് വാഗമൺ ടൗണിൽ നിന്നാണ് പിന്നെ നമുക്ക് പോകേണ്ടത്. അങ്ങോട്ടേക്ക് പോകാനുള്ള കറക്റ്റ് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗമൺ ടൗണിൽ നിന്ന് മണീസ് ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടൊരു ജ്വല്ലറി ഉണ്ട്. ആ ജ്വല്ലറിയുടെ സൈഡിൽ കൂടെ ഒരു ഇടവഴി ഉണ്ട് കേട്ടോ. ആ വഴിക്കാണ് നമുക്ക് ഈ ഒരു സ്പോട്ടിലേക്ക് പോകേണ്ടത്. അപ്പം ഈ ഒരു വഴി അങ്ങനെ ആരുടെയും കണ്ണിൽ പെടണമെന്നില്ല. ഈ ഒരു ജ്വല്ലറിയുടെ പേരും ഈ ഒരു ലൊക്കേഷനും കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതിൽ അങ്ങോട്ടേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ഒരു ഇടവഴിക്കൂടെ ഇങ്ങനെ പോവുകയാണ്. അതായത് വാഗമൺ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററോളം നമുക്കിങ്ങനെ നടന്ന് ട്രക്ക് ചെയ്ത് വേണം നമുക്ക് ഇൻഫിനിറ്റി പൂളിലേക്ക് എത്തിപ്പെടാനായിട്ട് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ഇടവഴിക്കൂടെ വേണം നമുക്ക് പോകാനായിട്ട്. ക്ലൈമറ്റ് ഓക്കെയാ, നൈസ് ക്ലൈമറ്റാ. പല വീടുകളിലേക്കും ഉള്ള കോമൺ ആയിട്ടുള്ള വഴിയാണ് കേട്ടോ. പ്രൈവറ്റ് റോഡുകളാണ്. ഇതിനകത്ത് ഏത് വഴിയാ? ഇത് തന്നെ നമുക്ക് എന്ന് ഇറങ്ങിയിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യൂ കിട്ടുമായിരിക്കും. അവിടെ നിന്ന് നമ്മൾ ഇനി താഴത്തേക്ക് ഒരു മല ഇറങ്ങിയാണ് നമുക്ക് താഴത്തേക്ക് പോകേണ്ടത് കേട്ടോ. പോണ വഴിക്ക് ഇതേപോലെ ഫുള്ള് കല്ലുകളും തെന്നുന്ന മണലുകളും ഒക്കെ ആയിട്ടുള്ള ഓരോ വഴി കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇത് നോക്കി, നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു മലയാണ് ഇപ്പൊ നമ്മൾ ഇറങ്ങുന്നത്. ഇവിടെ തന്നെ അല്ലോ കേട്ടോ, ഇവിടെ കല്ലില്ല. കണ്ടോ ഇങ്ങനെ തെന്നും. ഇവിടെ ഒന്ന് നോക്കണം. ഇവിടെ നമ്മൾ നടന്നു പോകുമ്പോൾ തെന്നാനുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ് കേട്ടോ. ഇനി ലെവലായല്ലേ? ക്യാമറ കാണുന്ന പോലെയല്ല, അതിലും ഭയങ്കര വലിയ കുത്തനെയുള്ള ഒരു മലയാണ് നമ്മൾ താഴത്തേക്ക് ഇപ്പം ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രായമുള്ളവർക്കൊക്കെ ഈ റൂട്ട് പോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ ഈ റൂട്ട് വരാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കേട്ടോ. ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വലിയ ടാസ്ക് പിടിച്ച റോഡും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. വാഗമൺ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. അത്രോളം നമുക്ക് ട്രക്ക് ചെയ്ത് പോകാനുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ കണ്ടോ, ഫുള്ളെല്ലാം ഡ്രൈ ആയിട്ട് പച്ചപ്പും ഒക്കെ വളരെ അധികം കുറവാണ് കേട്ടോ. ഇങ്ങോട്ട് 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 കുറച്ചുണ്ടോ താഴത്തേക്ക് കണ്ടോ, അങ്ങോട്ട് പോകണം. പക്ഷെ അവിടെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ സ്ഥലം ഉണ്ടെന്ന് പറയില്ലോ. റോഡ് മുഴുവനും ഇങ്ങനെ ഈ പൊടി മണലാട്ടോ. ഇങ്ങനത്തെ മണലാകുമ്പോൾ ഇവിടെ തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പൊ രാവിലെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മോർണിംഗ് നല്ല സൺലൈറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. വെയിലിന്റെ ചൂട് തുടങ്ങി, ഒപ്പം ചെറിയ തണുപ്പും ഉണ്ട് കേട്ടോ. ടൈം ഇപ്പം 9:30 ആയുള്ളൂ രാവിലെ. എന്നാലും തണുപ്പുണ്ട്, നല്ല വെയിലുമുണ്ട്. തണുപ്പും വെയിലും ഉണ്ട്. ഈ റൂട്ടാട്ടോ വന്നേ. ഈ റൂട്ട് ഇങ്ങനെ ഇറങ്ങി വന്ന് ചുറ്റിനും നൈസാട്ടോ. ഫുള്ള് ചുറ്റിനും മലകളാണ്. പൂളെന്ന് പറഞ്ഞാൽ അവിടെയാണ് പൂള് വന്നെ. ഇവിടെ നോക്കി വഴി ഇങ്ങനെ കിടക്കുന്നുണ്ടോ. ഇതിലെ വരുന്നുള്ളവർ എന്തായാലും തെന്നി പോവാതെ സൂക്ഷിച്ചാണ് ഇതിൽ ഇറങ്ങി വരാനായിട്ട്. ഇവിടെ നിന്ന് ഇനിയും താഴത്തേക്ക് ഇറങ്ങാണ്ട് അവിടെയാണ് ആ പൂള് തന്നെ. ഇവിടെ നോക്കി പാറയിൽ കൂടെ ഇങ്ങനെ എന്താണ് വഴി. ആ ചെറിയ വഴി കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുമോ. അതെ സണ്ണ് അവിടുന്ന് നമ്മൾ ആ റൂട്ടാണ് ഇങ്ങനെ ഇറങ്ങി ഇതിലാണ് ഇങ്ങനെ ഇറങ്ങി വരാനായിട്ട്. നമ്മൾ ഏകദേശം ഇൻഫിനിറ്റി പൂളിൻ്റെ ആ ഒരു മേൽഭാഗത്ത് എത്തി കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ താഴെ കാണുന്ന കുറച്ച് വെള്ളമുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ, അതാണ് നാച്ചുറൽ ഇൻഫിനിറ്റി പൂൾ എന്ന് പറയുന്നത്. ഇതാ ശരിക്കും വഴി. ആ പുല്ലിന്റെ ഇടയ്ക്കൂടെ പോരെ. ഇവിടെ നിന്ന് ഇനി ഇങ്ങോട്ടേക്ക് താഴത്തേക്ക് ഫുള്ളൊരു പാറയാണ് നമുക്ക് ഇറങ്ങി പോകേണ്ട കേട്ടോ. പക്ഷെ അവിടെ നല്ല ആഴം ഉണ്ടല്ലേ. ഒരുപാട് വെള്ളം കുറവൊന്നുമില്ല. ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പാറ കുഴിയായിട്ട് ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ കുറേ കൂടെ വെള്ളമുള്ള ടൈമാണെങ്കിൽ ഫുള്ള് വെള്ളം ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യൂവും കാഴ്ചയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കൂട്ടോ. വെള്ളം ശരിക്കും ഉള്ളപ്പോൾ നല്ല അടിപൊളി ലുക്കായിരിക്കും ഇവിടെ. ഇവിടെയൊക്കെ ഇപ്പം നല്ല പോലെ വെള്ളം നിറഞ്ഞു ഒഴുകേണ്ടതാണ്. കാണുന്ന ഇതിൻ്റെ അങ്ങേ അറ്റത്ത് നമുക്ക് പോകണം കേട്ടോ. അവിടെയാണ് നാച്ചുറൽ ഇൻഫിനിറ്റി പൂൾ എന്ന് പറയുന്ന ആ ഒരു കറക്റ്റ് സ്പോട്ട്. ഈ വെള്ളം ഒഴുകിപ്പോയി വെള്ളം ചാടി ആ പാറ ഒരു വലിയൊരു ഹോളായിട്ടുണ്ട് കേട്ടോ. ആ ഹോളിക്കൂടെയാണ് ഇപ്പോൾ വെള്ളം അപ്പുറത്തേക്ക് പോകുന്നത്. നമ്മൾ വന്ന ആ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം ഡ്രൈ ആയിട്ട് കിടക്കുന്ന ടൈമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലുക്കിലാണ് ഇവിടെ കാണാനും ഇറങ്ങാനും എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും കേട്ടോ.
അപ്പം നമ്മൾ ഇനി ആ പൂളിൻ്റെ അങ്ങേ അറ്റത്തേക്ക് പോകണമെങ്കിൽ തന്നെ ഈ പാറയുടെ സൈഡിൽ കൂടെ വേണം നമുക്ക് ട്രെക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് എത്തിപ്പെടാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ വളരെ കെയർഫുള്ളായിട്ട് അവരവരുടെ റിസ്കിൽ മാത്രം പോകേണ്ട ഒരു വഴിയാണ്. അപ്പോൾ അതേപോലെ തന്നെ കെയർ ചെയ്ത് സൂക്ഷിച്ച് വേണം നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോകാനായിട്ട് കേട്ടോ. പിന്നെ ഈ പാറയുടെ ഓരോ സൈഡിൽ കൂടെയൊക്കെ നോക്കിയാൽ ഫുള്ള് ഹോളുകളാണ് കേട്ടോ. ഇവിടെ മറ്റേ വെയിലുണ്ട്, ഉണയും കിടക്കുന്നതുകൊണ്ട് തെന്നലില്ല. ഇവിടെ പാറ നല്ല ഡ്രൈ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എന്നെ കുഴിയല്ലേ. അപ്പോൾ ഒരുപാട് വെള്ളമൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിൽ ട്രക്ക് ചെയ്ത് പോകാതിരിക്കണതാണ് നല്ലത്. ഈ പാറയുടെ സൈഡിൽ കൂടെ ഉള്ള കുഴികളൊക്കെ നമുക്ക് കാണണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ട്രക്ക് ചെയ്ത് പോകുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിച്ചു വേണം ഈ ഒരു റൂട്ട് ഇങ്ങനെ പോകാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാണുന്ന താഴത്തെ ആ വെള്ളം കെട്ടി നിൽക്കുന്ന കുളം പോലത്തെ അതുണ്ടല്ലോ, അതാണ് കറക്റ്റ് നാച്ചുറൽ ഇൻഫിനിറ്റി പൂൾ എന്ന് പറഞ്ഞ ആ സ്പോട്ട് കേട്ടോ. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ വെള്ളം ഉള്ളപ്പോൾ ഒക്കെ വന്ന് ഇറങ്ങി കുളിക്കുകയും ഒക്കെ ചെയ്യാറുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ആ ഒരു ഏരിയയിൽ മാത്രം. ഇവിടെ ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് തന്നെ കുളം പോലെയാണ് നമുക്കിപ്പോൾ തോന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു കുളം ഇങ്ങനെ കവിഞ്ഞ് താഴത്തേക്ക് ഇങ്ങനെ വെള്ളം പോകുന്ന ഒരു ലുക്കും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടും. ഞങ്ങളെല്ലാവരും ഇവിടെ വന്ന് ജസ്റ്റ് കുറച്ചു നേരം ഇവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഇനി ഇവിടുന്ന് പോകാനുള്ള പരിപാടിയാണ്. നമ്മളിവിടെ വെള്ളത്തിൽ ഇറങ്ങുകയോ കുളിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇതുകൊണ്ട് ഇപ്പം നമ്മൾ ഇതിന്റെ ലാസ്റ്റ് എൻഡിലേക്ക് വന്നത് ഇതേപോലത്തെ പാറകളുടെ മേളിക്കൂടെയാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് താഴത്തേക്ക് കുഴിയും ഇപ്പുറത്ത് വെള്ളം ഒക്കെയാണ് കേട്ടോ. പാറയിൽ തന്നെ ഇല്ലാത്തോണ്ട് പ്രശ്നമില്ല. ഇവിടെ എന്തായാലും ഫുള്ള് നല്ല കിടിലം തണുപ്പുള്ള വെള്ളമാണ് കേട്ടോ. മീനുണ്ട് അത്. ആ ശരിയാ, അത് ശരിയാ. ലൗച്ചിന് അത് ഇവിടെ അവിടെ നോക്കുമ്പോ ലൗച്ചിനല്ലോ. ആ വെള്ളം വരെ ആഴമുള്ളത് ഇവിടെ അടി പോലും കാണത്തില്ല. നല്ല ആഴം ഇവിടെ. ആ അത് ഇവിടെ അടി കാണത്തില്ലോ. അപ്പോൾ നമ്മൾ അതെല്ലാം കണ്ട് കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ നേരെ തിരിച്ചു പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ വാഗമൺ ട്രിപ്പ് വന്നപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഒരു സ്പോട്ട് നമ്മൾ വെച്ചിരുന്നത് വാഗമണിലെ ഈ ഒരു നാച്ചുറൽ ഇൻഫിനിറ്റി പൂളായിരുന്നു കേട്ടോ. ഇവിടെ ഓപ്പണാ. നമ്മൾ ഒരുപാട് പ്രാവശ്യം വാഗമൺ വന്നിട്ടുണ്ടെങ്കിൽ ഈ നാച്ചുറൽ ഇൻഫിനിറ്റി പൂൾ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ എന്താണ് സംഭവം എന്ന് അറിയാനും ഇവിടുത്തെ ആ ഒരു പൂളിൻ്റെ രീതിയും ആ ലുക്കൊക്കെ അറിയാനായിട്ടാണ് നമ്മൾ ഇവിടെ വെള്ളം കുറവായതുകൊണ്ട് പോലും നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. വാഗമണിലെ ഒരു കിടിഞ്ഞ ഒരു ഹിഡൻ സ്പോട്ട് തന്നെയാണ് ഈ ഒരു നാച്ചുറൽ ഇൻഫിനിറ്റി പൂൾ കേട്ടോ. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് നേരെ ഇനി അടുത്ത ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് തീരുന്നില്ല, നമ്മൾ ഇനി അടുത്ത ലൊക്കേഷനായിട്ട് വന്നിട്ട് കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ കൂടുതൽ വീഡിയോക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.